2005 വർഷത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേലിയർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ട് സ്ഥിരതാമസം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വലിയ ശ്രമങ്ങളൊക്കെ ഈ കാലത്തൊക്കെ നടന്നിരുന്നു. അങ്ങനെ അവർ വലിയ രീതിയിലുള്ള സെറ്റിൽമെന്റ്, അതായത് 8000 ആളുകളെങ്കിലും താമസിക്കുന്ന തരത്തിലുള്ള ജൂത സെറ്റിൽമെന്റ് ഗാസയിൽ സ്ഥാപിച്ചുകൊണ്ട് അവർ സ്ഥിരവാസമാക്കിയിട്ട് അവിടെ നിലനിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ 2005 ആ കാലത്തോട് അനുബന്ധിച്ച് രണ്ടാം ഇൻതിഫാദ ഉണ്ടാകുന്നത്. അത് അതിശക്തമായിരിക്കുന്ന മുന്നേറ്റമായിരുന്നു ഗാസയുടേത്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വല്ലാത്ത പ്രതിസന്ധി അവർക്കുണ്ടായി. ഇപ്പം എങ്ങനെയാണോ ഗാസയിൽ നിൽക്കുന്നത്, സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം അന്ന് ജൂത വിഭാഗത്തിനുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോഴും യഥാർത്ഥത്തിൽ സ്ഥിരമായ രീതിയിൽ അവിടെ സുരക്ഷിതമായ രീതിയിൽ ഞങ്ങൾ നിൽക്കും എന്ന് പറയാനുള്ള ധൈര്യം ഇപ്പോഴും ഇസ്രായേൽ സൈനികർക്കില്ല. പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മാത്രമാണ് ഇപ്പോഴും പറയുന്നത്. 2005 വർഷത്തിൽ രണ്ടാം ഇൻതിഫാദ ആരംഭിച്ചതോടുകൂടി ശക്തമായിരിക്കുന്ന റോക്കറ്റ് ആക്രമണങ്ങൾ ജൂത സെറ്റിൽമെന്റുകൾക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ഈ വിഭാഗത്തിന് പോരാളികൾ നടത്തി. അതിൽ ഹമാസിന്റെ പേര് പറയുന്നുണ്ട്. ഹമാസ് അല്ലാത്ത വിഭാഗങ്ങളും അവിടെ സജീവമായ രംഗത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സംഘർഷവും സൈനിക മരണങ്ങളും അതൊരു നിത്യ കാഴ്ചയായി. സൈനികർ ഇഷ്ടംപോലെ നിത്യേന എന്നോണം ഈ മേഖലയിൽ മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ടാവാൻ കാരണമായി. 1.3 മില്യൺ ഫലസ്തീനികൾ താമസിക്കുന്ന ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് അന്നത്തെ സ്ഥിതിയാണ് പറയുന്നത്. 8000-ഓളം മാത്രം ഇസ്രായേലി കോളനികൾ അവർ സ്ഥാപിച്ചെങ്കിലും മഹാഭൂരിപക്ഷത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം അവർക്കുണ്ടായി. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു. അവർ പറഞ്ഞു, ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അവരുടെ ഭൂപ്രദേശം കയ്യേറിക്കൊണ്ട് അവിടെ ജൂത സെറ്റിൽമെന്റ് സ്ഥാപിച്ച് അവർ സ്ഥിരതാമസത്തിൽ നിർത്തുക എന്ന് പറയുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ എതിർപ്പ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുണ്ടായ സമയത്ത് സാമ്പത്തിക വിഷയത്തിലേക്ക് അത് മാറുന്ന സമയത്ത് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നു. നമ്മളത് കമ്പയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ 2025 സംഭവവും 2005 സംഭവമായിട്ടാണ്. കാര്യം അന്നത്തെ സമാനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് ചുരുക്കം. അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ആദ്യ ഘട്ടത്തിലൊക്കെ വലിയ പിന്തുണ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നൽകി അങ്ങനെ സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. അവർ സ്ഥിരവാസമായിട്ട് അവിടെ സുഖിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എതിർപ്പ് വന്നതോടുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ അവർ സൈനികർ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, സൈനികർ കൊല്ലപ്പെടുന്ന പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു. പരമാവധി ശ്രമിച്ചു നോക്കുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കും ഇരട്ടയുമായിട്ട് ഇസ്രായേൽ നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തിവെക്കുന്നു എന്നും അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഇടിവ് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. 2005 ശേഷം 2025 ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധം പിരിയുന്ന ഒരു സാഹചര്യങ്ങൾ വന്നത് എന്ന് ചുരുക്കം. ഗാസ കോളനി സംരക്ഷിക്കാൻ വേണ്ടി സാമ്പത്തിക സഹായങ്ങളും സാമ്പത്തിക ചെലവുകളും ഇസ്രായേലിന് ബാധ്യതയായി തീർന്നു. അതും ഒഴിഞ്ഞു മാറാനുള്ള മറ്റൊരു കാരണമാണ്. ഗാസ വിട്ടുകൊടുത്താൽ വെസ്റ്റ് ബാങ്കിൽ ചില ജൂത സെറ്റിൽമെന്റ് ഉണ്ടാക്കാം എന്ന് അന്നത്തെ ഇസ്രായേലി ഗവൺമെന്റ് കണക്ക് കൂട്ടുന്നു. നമ്മൾ ഇവിടെ വിട്ടുകൊടുത്താൽ മതി, എന്നിട്ട് അവിടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. 21 ഗാസ കോളനിയും വടക്കൻ വെസ്റ്റ് ബാങ്കിലെ 4 കോളനികളും ഒഴിപ്പിച്ചെന്ന് വെച്ചാൽ ഇസ്രായേൽ സൈന്യം തന്നെ ഇസ്രായേലികളെ ഒഴിപ്പിക്കുകയാണ്. നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിലേക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ ബാധ്യത വലിയ രീതിയിൽ ഉണ്ടാകുന്നു. 8000 കോളനിക്കാരെ മാറ്റിപ്പാർപ്പിച്ചു. ഒരു പ്രദേശത്തു നിന്ന് 8000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. IDF പൂർണ്ണമായും ഈ ദേശത്തിൽ നിന്ന് വിട്ടുപോകും എന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരാൾ പോലും ഇല്ലാത്ത വിധം ഗാസയിൽ നിന്ന് IDF സംഘം അങ്ങനെ കൂട്ടപ്പാലാനം ചെയ്ത ഒരു സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. കടലും ആകാശവും അടക്കമുള്ള മേഖല, അതിൻ്റെ നിയന്ത്രണം മാത്രം ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല. അത് അവിടെ കൈവശത്തിൽ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാര കൈമാറ്റമല്ല, അവരിങ്ങോട്ട് പോന്നാൽ പിന്നെ അധികാരം കിട്ടുമല്ലോ. ഈ സംഭവം നടന്നത് 2005 കാലഘട്ടത്തിലാണ്. 2006 ഹമാസ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ തിരിച്ചെത്തി. 2007 മുതൽ ചില നിയന്ത്രണങ്ങൾ, ഹമാസിന് ചില നിയന്ത്രണങ്ങൾ 2007 പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഹമാസ് ഈ ഗാസ ഏരിയയിൽ അവർ ഉണ്ടാക്കി. സമ്പൂർണ്ണമായിരിക്കുന്ന അവരുടെ അധിനിവേശത്തിലും അധികാരത്തിലേക്കും അത് വന്നു എന്ന് ചുരുക്കം. 2008 പിന്നീട് ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ സംഘർഷം തുടങ്ങി, യുദ്ധം തുടങ്ങി, ഏറ്റുമുട്ടൽ തുടങ്ങി, മരണം റിപ്പോർട്ട് ചെയ്തു. വലിയ രീതിയിൽ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായി. പ്രദേശം തിരിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ പൂർണ്ണമായിരിക്കുന്ന
അവകാശം അധികാരം ഗസക്ക് കിട്ടണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ് അവകാശമുള്ളത്? അവരുടെ ആകാശത്തോ അല്ലെ കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലോ അവർക്ക് വലിയ നിയന്ത്രണ കാര്യങ്ങളുണ്ട് ഇസ്രായേലിന്, അതെടുത്ത് ഒഴിവാക്കണം. അതിലൊന്നും തങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് പൂർണ്ണ അധികാരത്തിന് വേണ്ടിയിട്ടും പിന്നീട് ഗസക്ക് നൽകുന്ന പല കാര്യങ്ങൾ, ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും മറ്റു സംവിധാനങ്ങൾക്കൊക്കെ അവർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി ചില ഉപരോധങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ആയ സമയത്താണ് ഇവർ തമ്മിൽ പിന്നെ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ഏരിയോൺ ഷെറോൺ ചില പ്രഖ്യാപനങ്ങൾ 2005 കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. 2003, 2002 കാലഘട്ടത്തിൽ തന്നെ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കൊക്കെ മറ്റൊരു തലത്തിൽ ഈ കാര്യത്തെ കൊണ്ട് എത്തിച്ച അന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഏരിയോൺ ഷെറോൺ ആണ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ചാറ്റ് GPT ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്ന സമയത്ത് നമ്മൾക്കൊന്ന് ചോദിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം, സെറ്റിൽമെന്റിൽ 8000-ഓളം ആളുകൾ അവിടെ താമസിക്കുന്നു, അവർക്ക് ജൂത സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നു, പിന്നീട് അവരോട് തിരിച്ചു പോരാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെയാണ് അവർ അവിടെ എത്തിയത് എന്നുള്ളത് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഗാസക്കകത്ത് എങ്ങനെ ജൂതന്മാർ എത്തുന്നു, അല്ലെങ്കിൽ ജൂത സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പണിയാണ് ഇസ്രായേലിൽ ഒപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഈ മേഖല ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. ഗാസ എന്ന് പറയുന്ന പ്രദേശം ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നും, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ജോർദാന്റെ കൈവശത്തിൽ നിന്നും 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. പിന്നീട് ഗോലാൻ കുന്നിന്റെ പ്രദേശം ഈ സിറിയയുടെ ഭാഗത്തു നിന്ന്, ലെബനാന്റെ ഭാഗത്ത് നിന്ന് അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം, അങ്ങനെ 4 രാജ്യത്തു നിന്നും യഥാർത്ഥത്തിൽ ഭൂപ്രദേശം ഈ യുദ്ധത്തിന്റെ അവസാനത്തോടു കൂടി കൈക്കലാക്കിയിട്ടുണ്ട്. പിന്നീട് ചില കരാർ വ്യവസ്ഥ പ്രകാരമൊക്കെയാണ് ചില ഭാഗങ്ങൾ വിട്ടുകൊടുക്കുകയും ചിലയിടത്തൊക്കെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ഗോലാൻ കുന്ന് 3 മേഖലയായിട്ട് തിരിച്ചു. ഒന്ന് ഇസ്രായേലിന്റെ കൈവശത്തിലുള്ളത്, മറ്റൊന്ന് സിറിയയുടെ കൈവശത്തിലുള്ളത്, മൂന്നാമത് UN സഭയുടെ നിയന്ത്രണത്തിലോ ഉള്ളത്. അങ്ങനെ 3 മേഖലയായിട്ട് ഈ ഗോലാൻ കുന്ന് തന്നെ വിഭജിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടായത് ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടതാണ്. ജോർദാന്റെ കൈവശത്തിലായിരുന്ന വെസ്റ്റ് ബാങ്ക്, ഇപ്പോഴത്തെ കാണുന്ന പലസ്തീൻ എന്ന് പറയുന്ന വലിയ പ്രദേശം, ആ പ്രദേശം ഒന്നടങ്കം ഇസ്രായേൽ പിടിച്ചെടുക്കും. ഇപ്പോൾ അവരുടെ അധിനിവേശത്തിലാണ് നിൽക്കുന്നത്. ഗാസ ഈജിപ്തിന്റെ കൈവശത്തിലായിരുന്നു, അവരിൽ നിന്ന് അതും പിടിച്ചെടുത്തു. അങ്ങനെയാണ് അതിൽ പോകുന്നത്. അപ്പോൾ സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ വേണ്ടി ജൂത പൗരന്മാരായിരിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള സഹായം ഇസ്രായേൽ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് ചുരുക്കം. എന്തൊക്കെ സഹായം നൽകുക? പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നികുതി ഇളവ് നൽകും. സാധാരണഗതിയിൽ ഗസക്കാർ ഇപ്പോഴും ഇസ്രായേലിന് നികുതി കൊടുക്കണം, അങ്ങനെയാണ് അതിന്റെ കണക്ക്. ഇവർക്ക് നികുതി ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള നികുതി, വീട് നികുതിയോ അല്ലെ കാർഷിക നികുതിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നികുതി സർക്കാരിന് കൊടുക്കേണ്ട കാര്യമില്ല. സാമ്പത്തികമായിരിക്കുന്ന സഹായം നൽകും. എന്താ സാമ്പത്തിക സഹായം നൽകുന്നത്? ഒരു മേഖലയിൽ കൃഷി തുടങ്ങണമെങ്കിൽ കൃഷിഭൂമി അടക്കം അവർ പിടിച്ചെടുത്ത് കണ്ടു കൊടുക്കും. ഈ കൃഷിഭൂമി തുടങ്ങണമെങ്കിൽ പണം വേണം. ആ പണത്തിന് സഹായം ആര് നൽകും? ഇസ്രായേൽ സർക്കാർ നൽകും. സൈനിക സംരക്ഷണം നൽകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആരും ആക്രമിക്കുകയാണെങ്കിലോ അത് സംരക്ഷണം നൽകാനുള്ള സംവിധാനങ്ങൾ, ഔട്ട് പോസ്റ്റുകളൊക്കെ സ്ഥാപിക്കും. അവർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഈ നമ്പറുകളോ ബന്ധപ്പെട്ട സംവിധാനങ്ങളോ നൽകും. വേണമെങ്കിൽ ചില റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ജൂത വിഭാഗത്തിന്, ഒരു കുടുംബത്തിലുള്ള ഒരു ജൂത വിഭാഗത്തിൻ്റെ കയ്യിൽ ഒരു തോക്ക് അവർ കൊടുക്കും, അക്രമകാരികളെ വെടിവെക്കാൻ വേണ്ടി. അവർക്ക് കേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗവൺമെൻറ് അധികമായിട്ട് നൽകുന്നതായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കൈവശത്തിൽ നിന്നിട്ട് ആയുധങ്ങൾ നൽകും. സൈനിക സംരക്ഷണം നമ്മൾ പറഞ്ഞു, കൃഷിഭൂമി നമ്മൾ പറഞ്ഞു. പിന്നീട് സൗജന്യ വീട് നൽകും. സൗജന്യ വീട് അല്ലെങ്കിൽ തൊഴിൽ, വിദ്യാഭ്യാസം പോലെയുള്ള അടിസ്ഥാനമായിരിക്കുന്ന കാര്യത്തിന് വലിയ സഹായങ്ങൾ ഇസ്രായേൽ നൽകും എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് രക്ഷപ്പെടട്ടെ, സ്വന്തമായിട്ട് വീട് കിട്ടും, തൊഴിലും കിട്ടും, അതിലുള്ള സഹായങ്ങളും സർക്കാർ നൽകും, വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ മനസ്സിലാക്കുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 1967 ശേഷം കൂട്ടത്തോടു കൂടി ഗസയിലേക്ക് പ്രവേശിച്ചു. വലിയ എതിർപ്പുകളും വലിയ ഏറ്റുമുട്ടലുകളും വലിയ സംഘർഷാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ജൂത സൈനികർക്ക് സാധിച്ചു എന്നതിനാൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സംവിധാനത്തോടു കൂടി, വലിയ സ്വാതന്ത്ര്യത്തോടു കൂടി ആ മേഖല സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി, അല്ലെ മേഖല നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി സാധിച്ചു. പല ഘട്ടത്തിലും സംഘർഷാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും നീതി ഒരിക്കലും അവിടുത്തെ ഫലസ്തീനികളായിരിക്കുന്ന ഗസക്കാർക്ക് കിട്ടാറില്ല. ഇതാണ് എല്ലാ കാലത്തും ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് തങ്ങൾ ആയുധം എടുത്തെന്നൊക്കെ ഇതിനു മുൻപ് പറഞ്ഞതിന്റെ തുടർച്ചയായ രീതിയിൽ ആന്റണിയോ ഗുട്ടറസ് തന്നെ, UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്നെ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹമാസ് വിഭാഗത്തെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്:
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വായുവിലൂടെ ഉണ്ടായിരിക്കുന്ന ആക്രമണമല്ല. അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അതിനിടയിലൊക്കെ അവരന്നിച്ച പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും തീഷ്ണതയിൽ നിന്നുണ്ടായിരിക്കുന്ന ആക്രമണമാണ് എന്നൊക്കെയാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞത്. പറഞ്ഞ കാര്യം വലിയ വിവാദമായിട്ടുണ്ടെങ്കിലും കാര്യങ്ങളാൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറേബ്യൻ മീഡിയകൾ ഈ വിഷയമായിട്ട് വിലയിരുത്തുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം 2005 ഇസ്രായേലിലെ ജൂത വിഭാഗം കൂട്ടത്തോടു കൂടി ഗസയിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഗതിയും പരഗതിയും ഇല്ലാതെ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്ന രീതി. സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് 2025 എത്തിയിരിക്കുന്നു എന്ന് ഏറെക്കുറെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.